ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കായ എങ്ങനെ എളുപ്പത്തിൽ നല്ല സ്പീഡായിട്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ നോക്കാം. എത്ര കുക്കിംഗ് അറിയുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ കായം പൊടിച്ചെടുക്കുക എന്നുള്ളത് ഒരിത്തിരി പണിയുള്ള കാര്യമാണ്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ സാമ്പാറോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണതിന് മുന്നായിട്ട് അപ്പം തന്നെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് പൊടിച്ച് അത് അങ്ങനെ ഉപയോഗിക്കാറാണ് പതിവ്. അത് കുഴപ്പമില്ലാത്ത കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് നല്ല തിരക്കുള്ള പണിയുള്ള സമയത്തോ അല്ലെങ്കിൽ ഈ ജോലിക്കാർക്കൊക്കെ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം പൊടിച്ച് അങ്ങനെ എടുക്കുന്നത്. അതിന് പകരം നമുക്ക് ഒരു ബൾക്കായിട്ട് ഒരു പീസ് എടുത്തിട്ട് മൊത്തമായിട്ട് വറുത്ത് പൊടിച്ച് സൂക്ഷിച്ച് വെക്കാം. അതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് LGയുടെ കായാണ്. ഇവിടെ സാധാരണ LGയുടെ കായാണ് വാങ്ങാറ്, അതുകൊണ്ട് അത് എടുത്തുന്നുള്ളൂ. നമുക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എല്ലാം ചെയ്യുന്നത് ഒരുപോലെ തന്നെയാണ്. ഈ കായ പാക്കറ്റ് ഇങ്ങനെ തുറക്കുമ്പോൾ ഇതുപോലൊരു കായാണ് കിട്ടുക നമുക്ക്. ഈ കായ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു റബ്ബർ പോലെയാണ് ഇരിക്കുന്നുണ്ടാവുക. ഇങ്ങനെ നമ്മൾ ഞെക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പതുക്കെ ഞെങ്ങൊക്കെ ചെയ്യും. കായപ്പൊടി നമ്മളെപ്പോഴും കുറേശ്ശല്ലേ ഉപയോഗിക്കാറുള്ളൂ. മറ്റു പൊടികളെ പോലെ ഒന്നല്ല, കുറച്ച് മതി. അപ്പോൾ നമുക്കിത് മുഴുവൻ വേണ്ട, ഒരു പകുതി മതി. പകുതി എടുത്തിട്ട് പൊടിച്ച് വയ്ക്കാം, ബാക്കി പകുതി നമുക്ക് എടുത്ത് വയ്ക്കാം. ഇനി നമുക്കിതൊരു 2 പീസാക്കി എടുക്കാം. ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ അമർത്തി കൊടുത്താൽ മതി, അത് ഇങ്ങനെ രണ്ട് പീസായി പോകുന്നോളൂ. ഇപ്പം 2 പീസാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് നമുക്ക് വറുത്ത് പൊടിക്കാം, മറ്റേ പീസ് എടുത്ത് വയ്ക്കാം. ഇനി കായം നമുക്ക് വളരെ കുഞ്ഞ് പീസസായി കട്ട് ചെയ്തെടുക്കണം. അതിന് 2 മെത്തേഡ് ഉണ്ട്. ആദ്യത്തെ മെത്തേഡ് പറയാം. ഇതുപോലെ കത്തി വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ അങ്ങനെ സ്മൂത്തായിട്ട് അരിഞ്ഞു പോരും. ഇത് അരിഞ്ഞിടുമ്പോൾ തന്നെ ഉണ്ടല്ലോ, കണ്ടോ, പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും വീണ്ടും. അപ്പോൾ നമ്മളത് വേർപ്പെടുത്തിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് വീണ്ടും ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി എനിക്കിഷ്ടപ്പെട്ടുള്ള മെത്തേഡ് പറയാം. അത് ഈ കായ ഇങ്ങനെ പിടിച്ചിട്ട് ഉണ്ടോ, ഇതുപോലെ പതുക്കെ പിച്ചി ഇങ്ങനെ എടുത്താൽ മതി. അത് വേഗം തന്നെ പോന്ന് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഒരു റബ്ബർ പോലെയാണ് ഇരിക്കുക, നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ പരത്തി ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ തന്നെ വേഗം അതിങ്ങനെ കിട്ടും. ആ പീസ് മുഴുവൻ നമുക്ക് ഇതുപോലെ ചെറുതാക്കി ഇങ്ങനെ വലിച്ച് അതിലേക്ക് ഇടാം. കണ്ടോ, ആ പീസ് കംപ്ലീറ്റ് ഇങ്ങനെ ചെറുതാക്കി പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം ചിലതൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അതൊക്കെ ഇങ്ങനെ പതുക്കെ വേർപ്പെടുത്തി കൊടുക്കാം. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വറുക്കാൻ വേണ്ടിയിട്ട് ഫ്രൈങ് പാൻ എടുക്കുമ്പോഴേ ഒരു പഴയതെടുത്താൽ മതി. നന്നായി നമ്മളിപ്പോൾ വീട്ടിൽ യൂസ് ചെയ്യണ നല്ലതൊന്നും എടുക്കണ്ട, കാരണം ഇത് വറുത്ത് വരുമ്പോൾ ചിലപ്പോൾ അടിയിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഫ്രൈങ് പാനിൽ ചെറുതായിട്ട് ഒരു എണ്ണ, കോക്കനട്ട് ഓയിലോ എന്തായാലും കുഴപ്പമില്ല, ഒന്ന് തടവി കൊടുക്കാം. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ആ കായം പീസസ് ഇതിലേക്ക് കുറേശ്ശായിട്ട് പരത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കായം പീസസ് കണ്ടോ, ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഇങ്ങനെ ചെറുതായിട്ട് വീർത്ത് വരുന്നത്. അത് നമ്മൾ അത്രയും നൈസാക്കിയിട്ടാണ് അത് പീസസ് ആക്കിയിട്ടുള്ളത്, അതുകൊണ്ടാണ്. പിന്നെ കയ്യിലെടുക്കുമ്പോഴേ ഇതുപോലെ മരത്തിൻ്റെ ഒരു കയ്യിലോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള സ്റ്റീലിൻ്റെ കയ്യിലോ എന്തെങ്കിലും എടുക്കുക നല്ലത്. കാരണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വീർത്ത് വരാൻ തുടങ്ങും. അപ്പം നമുക്കിതുപോലെ ഈ തവയോണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഹാർഡായിട്ടുണ്ടാവില്ല അപ്പോഴൊന്നും. അപ്പോൾ അതിങ്ങനെ ഞെങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ മറിച്ചിട്ട് വീണ്ടും ഇതുപോലെ ഞെക്കി പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലേ അത് ഹാർഡായിട്ട് കിട്ടുള്ളൂ. പിന്നെ സ്റ്റവ് എപ്പോഴും സിം മോഡിലായിരിക്കണം. ഒരു 20 മിനിറ്റെങ്കിലും പിടിക്കും ഇതൊന്ന് നന്നായി വറുത്ത് ഹാർഡായിട്ട് വരാൻ. നന്നായി ഹാർഡായാൽ മാത്രമേ നമുക്കത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് തീയൊന്നും കൂട്ടി വയ്ക്കരുത്, അപ്പോൾ പിന്നെ എല്ലാം കൂടി മൊത്തം അങ്ങോട്ട് കരിഞ്ഞു പോകും. ഇതുപോലെ ഹാർഡായിട്ട് വരുമ്പോൾ ഓരോന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക പതുക്കെ. അത് കഴിഞ്ഞ് തിരിച്ചിട്ട് കൊടുക്കുക, അപ്പോൾ അത് ഹാർഡാവും. അങ്ങനെ എല്ലാം പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് തിരിച്ചിട്ട് ചൂടാക്കി ഹാർഡാക്കി എടുക്കണം.
ഇപ്പം കണ്ടോ, കയ്യിലുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം നന്നായി പൊടിഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് എല്ലാതും നന്നായി വറുത്ത് ഇനി പൊടിക്കാൻ പാകമായിട്ടുണ്ട്. ഇനി നമുക്കതൊരു 10-15 മിനിറ്റ് ഒന്ന് ചൂടാറാൻ വെക്കണം. അതിനുശേഷം കൊണ്ടുപോയിട്ട് പൊടിച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ വറുത്ത് വെച്ച കായം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒന്നും ഇല്ലാണ്ട് ശ്രദ്ധിക്കണം. അതായത് നന്നായി കഴുകി തുടച്ച് വെയിലത്തോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഉണക്കിയെടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി നമുക്കിത് കൊണ്ടുപോയിട്ട് പൊടിച്ചു കൊണ്ടുവരാം. കായം പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായി പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നല്ല നൈസായിട്ട്, നല്ല നൈസ് പൊടിയായിട്ട് തന്നെയാണ് ഇരിക്കണത്. കണ്ടോ കണ്ടോ ഈ മെത്തേഡ് വളരെ എളുപ്പമല്ലേ? കുറച്ച് സമയം എടുക്കുന്നുണ്ട്, എന്നാലും പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടിയില്ലേ. ഇനി നമുക്ക് ഈ കായം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ചു വയ്ക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ചെറുതായിട്ടൊരു ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തോളൂ കേട്ടോ. താങ്ക് യു.